പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്ന വിഷയമാണ് നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ സവിശേഷതകളെ സംബന്ധിച്ച് 4 ഖുതുബകൾ ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് സംസാരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മുടെ നാട്ടിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ നടന്നു വരുന്ന നബിദിനാഘോഷമുണ്ടല്ലോ. റബീഉൽ അവ്വൽ കടന്നു വന്നാൽ റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ 1 മുതലും ഒക്കെയായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന നബിദിനം, ആ നബിദിനം ആഘോഷിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട്? നബിദിനാഘോഷം ആഘോഷിക്കാതിരിക്കാനുള്ള 10 ന്യായങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, ആ സ്നേഹം പ്രവാചകന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, നബിതങ്ങളെ സ്നേഹിക്കുക, ഇതെല്ലാം ഒരു വിശ്വാസിയുടെ ഈമാനിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ അടിസ്ഥാന വിഷയങ്ങൾപ്പെട്ടതാണ്. എന്നാൽ എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? പ്രവാചകനോടുള്ള സ്നേഹപ്രകടനത്തിന്റെ രീതി നിശ്ചയിക്കേണ്ടത് നമ്മളുടെ ഇച്ഛക്കനുസരിച്ചല്ല. അതിന്റെ രീതിശാസ്ത്രം അള്ളാഹും അവന്റെ റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ശരീഅത്തിന്റെ തത്വങ്ങളെയും പ്രമാണങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു 10 ന്യായങ്ങൾ ഇത് ആഘോഷിക്കാതിരിക്കാൻ നമ്മുടെ മുന്നിലുണ്ട്. 10-ലധികമുണ്ട്, ഞാൻ ചുരുക്കി പറയാം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മതപരമായ കർമ്മങ്ങൾ, ഒരു ഇബാദത്ത് എന്നത് അത് പ്രമാണബദ്ധമായിരിക്കണമെന്നതാണ്. പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ടല്ലോ, ഇബാദത്ത് തൗഖീഫിയ്യ, ഇബാദത്ത് പ്രമാണബദ്ധമാവണമെന്നാണ്. കാരണം ഇസ്ലാമിൽ ഒരു കാര്യം പുണ്യകർമ്മമായി മാറണമെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ കൽപ്പനയുണ്ടായിരിക്കണം. മതത്തിൽ ഒരു പുതിയ കർമ്മം ഉണ്ടാക്കുക എന്നത് ഒരാൾക്കും അവകാശമില്ലാത്ത കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. റസൂൽ നിങ്ങൾക്ക് എന്ത് നൽകിയോ, നിങ്ങൾക്ക് നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കാം. എന്തൊന്നിൽ നിന്നാണോ അവിടെ നിന്ന് നിങ്ങളെ വിലക്കിയത് അതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടു തന്നത് എന്തൊക്കെയാണോ അത് നിങ്ങൾ സ്വീകരിക്കണം. നബിതങ്ങൾ ഏതൊരു കാര്യമാണോ വിട്ടു നിൽക്കാൻ വിലക്കിയിട്ടുള്ളത് അതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും വിട്ടു നിൽക്കുകയും വേണം. അതല്ലാതെ മതത്തിൽ പുതിയ ആശയധാരകൾ സൃഷ്ടിച്ച് എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ചിന്തകൾക്കും അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഒരു ഇബാദത്ത് ഉണ്ടാക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅ്ദം ബില്ലാഹ്. അല്ലാഹു ചോദിക്കാൻ, അതല്ല അള്ളാഹു അനുവദിച്ചു തന്നിട്ടില്ലാത്ത കാര്യം മതമായി അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള വല്ല പങ്കാളികളും അവർക്കുണ്ടോ? പരിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്. അള്ളാഹുവിന്റെ ദീനിലില്ലാത്തൊരു കാര്യം മതമായി നിർമ്മിച്ചു കൊടുക്കാൻ വല്ല ശുറക്കാവുകളും പങ്കുകാരും അവർക്കുണ്ടോ എന്നാണ് പരിശുദ്ധ ഖുർആന്റെ ചോദ്യം. അങ്ങനെ ഉണ്ടാക്കൽ ശിർക്കാണെന്ന് മനസ്സിലാക്കാം. അത് അള്ളാഹുവിൽ നിയമനിർമ്മാണത്തിൽ വേറൊരാളെ കൂടി പങ്കാക്കുന്നതിന് തുല്യാണ് എന്നാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ.
നമ്മുടെ അമ്രില്ലാത്തൊരു കാര്യം ആര് ഉണ്ടാക്കിയാലും അത് തള്ളപ്പെടുന്നതാണ്. നമ്മുടെ അമ്രില്ലാത്തൊരു കാര്യം ആരുണ്ടാക്കിയാലും അത് തള്ളപ്പെടുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ്, ഹംബലി മദ്ഹബിലെ പ്രഗൽഭനായ ഒരു പണ്ഡിതൻ, അദ്ദേഹം പറഞ്ഞു, കുല്ലു അമലിൻ ലൈസ അലൈഹി അംറു ശാരിഅ് ഫഹുവ മർദൂദുൻ അലാ ആമിലിഹി. ശരീഅത്ത് കൽപ്പിക്കാത്ത ഏതൊരു കർമ്മവും അത് ചെയ്തവനിലേക്ക് തന്നെ തള്ളപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിയമമല്ലാത്ത, മതമല്ലാത്ത, മതകർമ്മമല്ലാത്ത, അവിടുത്തെ ആചാരമല്ലാത്ത, അനുഷ്ഠാനമല്ലാത്ത എന്തും ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവന്നാൽ അതാരാണോ കൊണ്ടുവന്ന് അവനിലേക്ക് തള്ളപ്പെടും. അള്ളാഹുവിന്റെ അടുത്ത് അതിന് സ്വീകാര്യം ഉണ്ടാവുകയില്ല. അപ്പൊ ഒന്നാമത്തെ ന്യായം അതാണ്. ഒരു ഇബാദത്ത് നിർമ്മിക്കുവാൻ വേറൊരാൾക്ക് അവകാശമില്ല. നബിദിനാഘോഷം ഇൻഡിപെൻഡൻസ് ഡേ പോലെയാണോ ആഘോഷിക്കണത്? ചില ആളുകളൊക്കെ പറയും, നിങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കണില്ലേ, അപ്പൊ പിന്നെ നബിദിനത്തിനാണോ കുഴപ്പം എന്ന് ചോദിക്കലുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ ഇബാദത്താ? ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചാൽ എത്ര കൂലിയ കിട്ടുമെന്നാ വിശ്വസിക്കണത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തൊരു ബാലിശമായ വർത്തമാനാണ് ഓരോരുത്തരും പറയാം. യഥാർത്ഥത്തിൽ നബിദിനാഘോഷം ആഘോഷിക്കുന്ന ആളോട് ചോദിച്ചു നോക്കി, എന്തിനാ നിങ്ങൾ ആഘോഷിക്കണത്? അപ്പൊ അവർ പറയും, അള്ളാഹുവിന്റെ റസൂലിലേക്ക് ഏറ്റവും അടുത്ത്, അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്ത് മുത്തുനബിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് അള്ളാഹുവിന്റെ അടുത്ത് ഉന്നത സ്ഥാനം കിട്ടണം. അല്ലേ അല്ലേ? അപ്പൊ എന്തായി? അപ്പൊ ഇബാദത്തായി. ആ ഇബാദത്തിന് വേണ്ടിയാണ്, ആ കൂലിക്ക് വേണ്ടിയാണ്. അത് നിശ്ചയിക്കാൻ അവകാശം അള്ളാഹുവിനും റസൂലിനുമാണ്. അത് ചെയ്തിട്ടില്ല എന്നതാണ് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ ന്യായം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച അവിടുത്തെ ഖുലഫാഉർ റാഷിദുകൾ, സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും, മാത്രമല്ല ബാക്കിയുള്ള മുഴുവൻ സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടവരാണവർ. പ്രവാചകന് വേണ്ടി ജീവാർപ്പണം നടത്തിയവർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി വീടും നാടും എല്ലാം ഉപേക്ഷിച്ചവർ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാതോർത്തിരുന്നതിന് വേണ്ടി പൂർണ്ണമായും ജീവിതം നയിച്ച മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. പക്ഷെ അവരാരും തന്നെ ഈ പണി എടുത്തിട്ടില്ല. ഏത് പണി? റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായ ഒരു ആഘോഷം, ഒരു ആചാരം, ഒരു അനുഷ്ഠാനം ഇവരാരും ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞു, അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ മിൻ ബഅദി അദ്ദു അലൈഹാ ബിന്നവാജിദ് വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വഫി റിവായത്തുൻ ഉഖറാ വകുല്ല ളലാലത്തിൻ ഫിന്നാർ. നമ്മൾ എല്ലാ ഖുതുബകളിലും കേൾക്കുന്ന തുടക്കാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, അലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ ചര്യ മുറുകെ പിടിക്കണം, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗചാരികളായ ഉത്കൃഷ്ടരായ എൻ്റെ പ്രതിനിധികളുടെ സ്വഹാബത്തിന്റെ ആ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. അദ്ദു അലൈഹ ബിന്നവാജിദ്, അത് നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, പുതിയതായി കടന്നു വരുന്ന പ്രവർത്തനങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായി കടന്നു വരുന്നതൊക്കെ ദുരാചാരങ്ങളാണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, യാ വഴികേടുകളൊക്കെ നരകത്തിലേക്കാണ്. മസീറുഹാ ഇലന്നാർ, നരകത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വഹാബത്തിനെ പിൻപറ്റണം. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ സ്വഹാബി അവസാനം വഫാത്തായത് അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു ആണെന്നും പറയാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണെന്നും പറയുന്നു. ആരായാലും ഒരു നൂറ്റാണ്ട് കാലം ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ജീവിച്ച പ്രവാചകന്റെ അനുയായികൾ ഇല്ല. അവരുടെ കാലത്തൊരിക്കലും അവരാരും പ്രവാചകന്റെ ജന്മദിനം റബീഉൽ അവ്വലിൽ ആഘോഷിച്ചിട്ടില്ല. റജബിൽ ആഘോഷിച്ചെന്നാണ് അല്ല, അവർക്ക് എല്ലാ ആഴ്ചയിലും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ പറയാം ഇൻഷാ അല്ലാഹ്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു മാറ്റുകണ്ട്, ലൻ യസ്ലിഹ ആഖിറ ഹാദിഹിൽ ഉമ്മ ഇല്ലാ മാ അസ്ലഹ അവ്വലഹാ ഫമാ ലം യകുൻ യൗമഇദിൻ ദീനൻ ലാ യകുനു യൗമ ദീന. അദ്ദേഹം പറഞ്ഞു, ഈ ഉമ്മത്തിന്റെ അവസാനം എങ്ങനെ നന്നാകണമെന്നറിയോ? ഈ ഉമ്മത്തിന്റെ അവസാനം നന്നാകണമെങ്കിൽ
ആദ്യം എങ്ങനെ നന്നായോ അതുകൊണ്ടല്ല നന്നാകൂല. ആദ്യം നന്നായത് അള്ളാഹുവിന്റെ റസൂലിനെ ഫോളോ ചെയ്തുകൊണ്ടാണ്. ഈ ഉമ്മത്തിന്റെ തുടക്കം അങ്ങനെയായിരുന്നു. അതേ കാര്യം കൊണ്ടല്ലാതെ ഉമ്മത്തിന്റെ അവസാനവും നന്നാകൂല എന്ന് മാലിക് റഹിമഹുള്ളയുടെ വാക്ക്. അപ്പൊ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്ത, അവിടുത്തെ സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഒരു സമ്പ്രദായത്തിന് തുടക്കം കുറിക്കപ്പെടുന്നു. എപ്പോഴാണ് തുടക്കം കുറിക്കപ്പെടുന്നത്? അതാണ് എൻ്റെ മൂന്നാമത്തെ ന്യായം. മൂന്നാമത്തെ ന്യായം, മൗലിദിന്റെ ചരിത്രപരമായ ഉത്ഭവം എപ്പോഴാണ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ആദ്യ ഉത്തമ നൂറ്റാണ്ടെന്ന് വിളിക്കപ്പെടുന്ന 3 നൂറ്റാണ്ട് കഴിയുന്നു. 3 നൂറ്റാണ്ട് കഴിയുന്നു. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉത്തമ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ട്, തൊട്ടടുത്ത നൂറ്റാണ്ട്, പിന്നടുത്ത നൂറ്റാണ്ട്, 3 നൂറ്റാണ്ടുകൾ. ആ ഖൈറുൽ ഖുറൂൻ, അൽ ഖുറൂനുൽ മുഫദ്ദല എന്ന് വിളിക്കപ്പെടുന്ന ശ്രേഷ്ഠമായ ആ നൂറ്റാണ്ടുകൾ അവസാനിച്ച് 4-ാം നൂറ്റാണ്ട്. ആ 4-ാം നൂറ്റാണ്ടിലാണ് ഈജിപ്ത് ഭരിച്ച ഷീഈ ഇസ്മായിലി വിഭാഗമായ ഉബൈദികൾ, അവർ വിളിക്കപ്പെടുന്നത് ഫാത്തിമികൾ എന്നാണ്. അതിനൊരു പ്രത്യേക ഒരു കാര്യം കൊണ്ടുണ്ട്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ പേര് ദുരുപയോഗം ചെയ്ത് ഞങ്ങൾ ഫാത്തിമി വംശക്കാരാണെന്ന് വരുത്തി തീർത്ത് മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ ഷീഈ കുപ്പായത്തിന് പകരം സുന്നി കുപ്പായമിട്ട് ഷീഈയത്ത് വളർത്താൻ വന്ന ഉബൈദികൾ, അവരുടെ അടിസ്ഥാനം തന്നെ ശരിക്ക് ജൂതസിദ്ധിയാണ്. അതൊക്കെ ചരിത്രപരമായ മറ്റൊരു ഭാഗമാണ്, അങ്ങോട്ട് ഞാൻ പോണില്ല. ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായി ഇത്തരം പരിപാടികളുമായി രംഗത്ത് വന്നത്. മക്രിസി അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന വാക്കുണ്ട്, കാനലിൽ ഖുലഫാഇൽ ഫാത്തിമിയീന ഫി തൂലി സന അഅയാദുൻ മവാസിം മൗലിദിൻ നബി വമൗലിദ് അലി വമൗലിദ് ഫാത്തിമ വമൗലിദുൽ ഹസൻ വമൗലിദുൽ ഹുസൈൻ. ഫാത്തിമി വംശക്കാർ, ഫാത്തിമികൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുണ്ടാക്കിയെടുത്ത കാര്യങ്ങളായിരുന്നു ഈ ഇത്തരം മൗലിദുകളെല്ലാം. അപ്പൊ ഒരു കാര്യം ഉറപ്പിച്ചു വെക്കാം, പ്രവാചകനും സഹാബത്തിനും പരിചയമില്ലാത്ത പുതിയൊരാശയം അല്ലെങ്കിൽ പുതിയൊരു ഇബാദത്ത് ഈ മതത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന 4-ാം നൂറ്റാണ്ട്. 6-ാം നൂറ്റാണ്ടിൽ അതിന് വിപുലമായ അടിത്തറയുണ്ടാക്കി. അത് എർബൽ ഭരിച്ചിരുന്ന അബൂ സഈദ് കൂക്കുബുരി എന്ന് വിളിക്കപ്പെടുന്ന മുളഫർ രാജാവാണ് അതിന് വലിയ വിശാലതയുണ്ടാക്കിയത്. ഇന്ന് കാണുന്നതിന്റെ എല്ലാത്തിനും ഉപജ്ഞാതാവ് അദ്ദേഹമാണ്. അവിടുന്നാണ് അങ്ങോട്ട് അത് വലുതായി തീർന്നത്. അവിടെ ആടും കോഴിയും ഒക്കെ തിന്നലും കരിക്കലും പൊരിക്കലും ഒക്കെയായി നബിദിനാഘോഷം വലിയ സംഭവമാക്കി മാറ്റിയിരുന്നു ആ രാജാവ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുറൂൻ മുഫദ്ദല അറിയാത്തൊരു സംഗതി 4-ാം നൂറ്റാണ്ടിലെ പിഴച്ച കക്ഷികൾ കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. അതാണ് എൻ്റെ 4-ാമത്തെ ന്യായം. 3-ാമത്തെ ന്യായം. 4-ാമത്തെ ന്യായം, അള്ളാഹുവിന്റെ ദീന് പരിപൂർണമാണ്, അത് പരിപൂർണമായിട്ടില്ല എന്ന് വിളിച്ചറിയിക്കലാണ് ഈ ആഘോഷം. 3 നൂറ്റാണ്ട് വരെ 300 കൊല്ലം കഴിഞ്ഞുപോയ ആളുകളും ദീൻ പൂർത്തിയാകാതെ മരിച്ചുപോയവരാണ് എന്ന മഹാപരാധം കെട്ടിയേർപ്പിക്കുന്ന തോന്നിയാസാണിത്. കാരണം ദീൻ പൂർത്തിയാണെന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയതാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അള്ളാഹുവിന്റെ റസൂലിന്റെ വിടവാങ്ങൽ ഹജ്ജിലാണ്, മിനയിൽ വെച്ചാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അള്ളാഹു പറയുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രഖ്യാപനാണ്. പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഖൈറാത്തുകളുണ്ടോ ആ ഖൈറാത്തുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണ് അതിന് മനസ്സിലാക്കി വെക്കുക. സ്വഹാബത്തൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്, പൂർത്തിയായിരിക്കുന്നു. ആ പൂർത്തിയായ മതം പൂർത്തിയായതിനു ശേഷം 4 നൂറ്റാണ്ടുകൾക്ക് ശേഷമുണ്ടായ ഒരുത്തൻ വന്നിട്ട് പറയാണ്, നബിദിനം ആഘോഷിക്കാത്തവൻ അവൻ മുസ്ലിമല്ല. നബിദിനം ബിദ്അത്താണെന്ന് പറയുന്നവനെ മുസ്ലിമായി പരിഗണിക്കാൻ പറ്റൂല.
കാരണം അവൻ മതത്തിൽ ബിദ്അത്ത് പ്രഖ്യാപിച്ചവനാണ്. ബിദ്അത്ത് ചെയ്യുന്നവർ പറയാണ് അത് പാടില്ല എന്ന് പറഞ്ഞവൻ മുബ്തദിഅാണ് എന്ന്. ആലോചിച്ചോക്ക് എന്താണ് ഈ മാറ്റിമറിക്കാന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് മാലിക് ഇമാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല لأن الله يقول اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا فما لم يكن يومئذ دينا فلا يكون اليوم دينا. ഇമാം ശാത്തിബിയുടെ അൽ ഇഹ്തിസാമിൽ കാണാം, അതുപോലെ മറ്റു ചില ഗ്രന്ഥങ്ങളിലും. ഇമാം മാലിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഉദ്ധരണികളും കാണാം നമുക്ക് ഈ വിഷയത്തിൽ. ഒരാൾ പറയാണ്, ദീനിലൊരു പുതിയ ആശയം ഉണ്ടാക്കിയിട്ട് അവൻ പറയാണ് ഇതൊരു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞാൽ അവൻ പ്രഖ്യാപിച്ച ആശയം എന്താണ്? ഈ വാക്ക് ഇമാം മാലിക് പറഞ്ഞിട്ടില്ലെങ്കിലും ആശയം അങ്ങനെ തന്നെയാണ്. ഒരാൾ ഒരു പുതിയ കാര്യം കൊണ്ടുവരുന്നു, എന്നിട്ട് അയാൾ പറയുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ വഞ്ചകനാണെന്നല്ലേ അവൻ പറയുന്നത്? കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് പൂർത്തിയാക്കാതെ പോയി. ഞങ്ങൾക്ക് ചിന്ത വരേണ്ടി വന്നു, ഞങ്ങളുടെ ബുദ്ധി വരേണ്ടി വന്നു ഈ മതത്തിൽ ഈ ഒരു നന്മ കൂടി ആവിഷ്കരിക്കുവാൻ എന്ന് പറയുന്ന മഹാദുരന്തമാണ് എന്ന് ഇമാം മാലിക് റഹിമഹുള്ളയുടെ വാക്ക്. അതിന് അദ്ദേഹം തെളിവുദ്ധരിച്ചത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്താണ്. എന്നിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞു, ഫമാലം യകുൻ ദീൻ യൗമഇദിൻ ദീൻ ഫലാ യകുൻ യൗമ ദീന. അന്ന് മതമല്ലാത്തത് ഇന്ന് മതമാവണ്ട, അന്ന് മതമായത് ഇന്ന് മതമാകാതിരിക്കാനും പറ്റൂല. അന്ന് മതമായി അറിയപ്പെടാത്തതൊന്നും ഇന്ന് മതമാണെന്ന് പറയാൻ പാടില്ല. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഹുബിന്റെ മറവിൽ കടത്തിക്കൂട്ടിയ ഈ വിഷം, ഹുബ് എന്ന വലിയ ആശയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് അതിലേക്ക് കടത്തിക്കൂട്ടിയതാണ് ഈ പറയപ്പെടുന്ന ആശയം. അപ്പൊ എന്റെ അഞ്ചാമത്തെ ന്യായം, യഥാർത്ഥ സ്നേഹം ഹുബ് എന്ന് പറയുന്നത് എന്താണ് ഹുബ് എന്ന് പറഞ്ഞു? ഹുബ് എന്ന് പറഞ്ഞ് എന്തും പറയാലോ, ആളുകൾക്ക് എന്തും ചെയ്യാവുന്നതാണ് ഹുബ് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ നാട്ടില് പരസ്യമായി നടത്തപ്പെടുന്ന പ്രണയലീലകൾ അതൊക്കെ ഹുബിന്റെ ഭാഗമാണ്. ആർക്കും തടയാൻ പറ്റൂല. പ്രണയം വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണെന്നാ പറയാ. പക്ഷെ ഇസ്ലാമിക പ്രണയത്തിനൊരു താത്വികമായ അടിത്തറയുണ്ട്. അതുകൊണ്ട് തന്നെ ഹുബ് എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനം ഇത്തിബാ ആണ് എന്നാണ്. ആ ഇത്തിബാ ജീവിതത്തിലുടനീളം ഉണ്ടാവേണ്ടതാണ്, ഒരു വർഷത്തിൽ പ്രകടമാകുന്നതല്ല. പ്രവാചകനോടുള്ള സ്നേഹപ്രകടനം എന്ന് പറയുന്നത് പ്രവാചകനെ പിന്തുടരുന്നതിലൂടെയാണ്. എ മുതൽ ജദ്ദ് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിന്റെ സർവ്വമേഖലകളും പിൻപറ്റുക എന്നതാണ്. അല്ലാതെ ഒരു വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ സൈക്കിൾ എടുത്തും വണ്ടിയെടുത്തും ചാടിത്തുള്ളി പച്ച റിബൺ കെട്ടി വലിയ സംഭവമാക്കി തീർക്കുന്ന പ്രവർത്തനമല്ല. അത് ശൈത്താൻ ഉണ്ടാക്കിയ ഏർപ്പാടാണ്. അള്ളാഹു പഠിപ്പിച്ചത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അള്ളാഹുവിന്റെ ഖുർആൻ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അല്ലാഹ് പറയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ, യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരുകയും ചെയ്യുമെന്ന് ഖുർആൻ ഈ ആയത്ത് വിശദീകരിക്കുന്നു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ ആ വിശദീകരണത്തിന്റെ ആദ്യ ഭാഗം ഞാനൊന്ന് വായിക്കാം. ഹാദിഹിൽ ആയത്തുൽ കരീമ ഹാകിമത്തുൻ അലാ കുല്ലി മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹ് വലൈസ ഹുവ ത്വരീഖത്തുൽ മുഹമ്മദിയ്യ ഫഇന്നഹു കാദിബുൻ ഫീ ദഅവാഹു ഫീ നഫ്സിൽ അംർ ഹത്താ യത്തബിഅ അശ്ശറഅൽ അശ്ശറഅൻ നബവി. അതേ പറയാൻ ഒരാൾ വാദിക്കുകയാണ്, ഒരാൾ പറയുന്നു, ആ പറയുന്നവന്റെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ആയത്തുണ്ടല്ലോ, ഇത് ജഡ്ജ്മെന്റ് നടത്തുന്ന ആയത്താണ്. ഹാദിഹിൽ ആയത്തുൽ കരീമ ഹാകിമത്തുൻ, ഇതൊരു ജഡ്ജ്മെന്റ് ഉള്ള ആയത്താണ്. എന്താണ് ആ ആയത്ത് വിധി പറയുന്നത്? അലാ കുല്ലി മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹ് വലൈസ ഹുവ അല ത്വരീഖത്തിൽ മുഹമ്മദിയ്യ,
ഒരാൾ പറയുന്നു എനിക്ക് അള്ളാഹുവിനെ വല്ലാത്ത ഇഷ്ടമാണ്, ഞാൻ അള്ളാഹുവിനോട് അനുരാഗാത്മകമായ പ്രണയത്തിലാണെന്നൊരാൾ പറയുന്നു. പക്ഷെ അവൻ റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ പിന്തുടരുന്നവനല്ലെങ്കിൽ നബി തങ്ങളുടെ നടപടിക്രമങ്ങളെ സ്വീകരിക്കാത്തവനാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ ഫഇന്നഹു കാദിബുൻ ഫീ ദഅവാഹു ഫീ നഫ്സിൽ അംർ, ആ കാര്യത്തിൽ അവന്റെ ദഅവ, അവന്റെ വാദം വ്യാജമാണ്, കളവാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആയത്താണിത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? നബിദിനാഘോഷം എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി നടക്കുന്നവരുടെ കൗത്തണ്ട റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ ഒരു ചെറുതോലും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല അല്ലേ? ആകെ ഉള്ളത് പച്ചക്കൊടിയാണ്. എവിടെ നിന്നാണ് ഈ പച്ച വന്നത് നമുക്ക് പിടുത്തം കിട്ടണില്ല. എവിടെ നിന്നാണ് ദീനിൽ ഈ പച്ചക്ക് സ്ഥാനം വന്നത്? ലീഗാരൊന്നും ചൂടാവണ്ട കേട്ടാ, അതൊക്കെ നിങ്ങളെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട, ഞാൻ മതമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഈ പച്ചക്ക് മതവുമായിട്ടൊരു ബന്ധമില്ല. ഈ പച്ച കൊണ്ടുവന്നത് തന്നെ പിൽക്കാലത്ത് ചില ഉസ്താദുമാരൊക്കെ ഇപ്പൊ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പച്ച കൊണ്ടുവന്നത് പിൽക്കാലത്ത് വന്ന ചില രാജാക്കന്മാരാണ്. ആ പച്ച കൊണ്ടുവന്ന എന്താണെന്ന് പറയാം, സാധാരണക്കാരിൽ നിന്ന് അഹ്ലു ബൈത്തിനെ തിരിച്ചറിയാനാണല്ലോ. തങ്ങന്മാർക്ക് പച്ച ധരിച്ചോണം, പച്ച തലപ്പാവ് ധരിച്ചോണം, കാരണം അവരെ കണ്ടറിയണം തങ്ങന്മാരാണ്. അതിനുശേഷം മുപ്പരത് ഒഴിവാക്കി. പിന്നീട് വന്ന രാജാവ് പറഞ്ഞു പച്ച മാത്രം പോരാ, പച്ചയും വേണം, ചുവപ്പും വേണം, മഞ്ഞയും വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോ കാറ്റഗറിക്ക് ഓരോ കളർ കൊടുത്തോലോ. പിന്നീട് അതൊക്കെ ഇല്ലാതാക്കിയിട്ട് അവസാനം പറഞ്ഞു തങ്ങന്മാര് മാത്രം പച്ച ഇട്ടാൽ മതി എന്ന്. അതുകൊണ്ട് എന്താ, ഏത് വ്യാജനും ഇപ്പൊ തങ്ങളാന്ന് പറയാം, ഒരു പച്ച ഒല്ലി ഇട്ടാൽ മതി. ഞമ്മന്റെ കളർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകം മുഴുവനും അല്ലെങ്കിൽ നമ്മുടെ നാട് മുഴുവനും ഈ പച്ച തുണി കെട്ടുന്നത്. അതുമായൊരു ബന്ധമൊന്നും ഇല്ല കേട്ടോ. ബദറിൽ റസൂലുള്ള പിടിച്ചത് പച്ചക്കൊടിയല്ല, ഉഹദിൽ നബി തങ്ങൾ പിടിച്ചത് പച്ചക്കൊടിയല്ല അല്ലേ? ബദറിൽ പിടിച്ചത് ഏതാണ്? 3 കൊടിയാണ്. സാധാരണ പറയില്ലേ, മൊയ്ൻകുട്ടി വൈദ്യരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ബദറിൽ 3 കൊടി, വളർകൊടി 3 കെട്ടിടയതിലുണ്ട്, അബിയത് വർണ്ണമതാം പിൻ 2 അസ്വദുമാമേ, 2 കറുപ്പും 1 വെളുപ്പുമാണ് എന്നാണ്, പച്ചക്കൊടിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു പച്ച റിബനും കെട്ടി പച്ച തുണിയും കെട്ടി ചാടിത്തുള്ളിയാൽ അത് പ്രവാചക സ്നേഹത്തിന്റെ പ്രകമ്പനമാണെന്ന് വിചാരിക്കുന്നവൻ കള്ളനാണ്, അവൻ വ്യാജനാണ്. ഏതുവരെ? അവൻ റസൂലുള്ളാഹിനെ പിൻപറ്റുന്നത് വരെ. നബിതങ്ങളെ പിൻപറ്റുക എന്നത് റബീഉൽ അവ്വൽ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ചാടിത്തുള്ളിയത് കൊണ്ടല്ല, ജീവിതത്തിലുടനീളം ഉണ്ടാവണം. ഓന്റെ മോന്തക്ക് താടി ഉണ്ടാവില്ല, ഓന്റെ കുപ്പായവും ഓന്റെ പാൻറ്റും നെരിയാണിക്ക് താഴെയായിരിക്കും, അവന്റെ മുടി റസൂലുള്ള വിരോധിച്ചിട്ടുള്ള കെട്ടായിരിക്കും. അങ്ങനെ തുടങ്ങി എവിടെ നോക്കിയാലും പ്രകടമായി തന്നെ പ്രവാചക വിരോധിയാണെന്ന് കൃത്യമായി തോന്നുന്നവൻ പച്ചത്തുണി കെട്ടിയിട്ട് ചാടിത്തുള്ളിയാൽ അത് പ്രവാചക സ്നേഹമാണെന്ന് പറയുന്ന വാദത്തിനെതിരാണ് ഈ ആയത്ത്. ആദിഹിൽ ആയത്തുൽ കരീമ ഹാകിമത്തുൽ അലാ കുല്ലി മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹ് വലൈസ ഹുവ അലാ തരീഖത്തിൽ മുഹമ്മദിയ്യ ഫഇന്നഹു കാദിബുൻ ഫീ ദഅവാഹു ഫീ നഫ്സിൽ അംർ എന്ന് ഇബ്നു കസീർ അതിന് വിശദീകരണം കൊടുത്തു. അപ്പൊ ശ്രദ്ധിക്കു പ്രിയപ്പെട്ടവരെ, അതാണ് എൻ്റെ 5ാമത്തെ ന്യായം. 6ാമത്തെ ന്യായം എന്താണ്? ഇത് ശരിക്കു പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആചാരമല്ല, അന്യമതത്തിൽ നിന്ന് കടമെടുത്ത ആചാരമാണ്. മിക്കവാറും എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്, എല്ലാം അതൊക്കെ തന്നെയാണ്. ഈ നബിദിനായിട്ട് നടത്തപ്പെടുന്ന സർവത്ര സാധനങ്ങളും അതിൽ ശൈത്താൻ ഇത് മാറ്റും. ഇത് ആള് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അതിനകത്ത് കുറെ സലാത്ത് കൊണ്ടുവന്ന് ഫിറ്റിയിപ്പിച്ചു, അതിനകത്ത് കുറെ മധു വർത്താനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചില സാധനങ്ങൾ കൊണ്ടുവന്നു എന്നല്ലാതെ ബാക്കി ഒക്കെ അപ്പുറത്താണ്. കാരണം ഈശ നബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പിൻകാലത്ത് ഇത് കടത്തിക്കൊണ്ടുവന്നത് എന്നാണ്. അതങ്ങനെ പരസ്യമായിട്ട് പറയുകവർ ചെയ്തിട്ടുണ്ട്. പരസ്യമായി എഴുതിയ നാടാണ് കേരളം. ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കണം, മുസ്ലിങ്ങളും ആഘോഷിക്കണമെന്ന് പരസ്യമായി മുസ്ലിയാക്കന്മാർ പ്രസംഗിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ആ ക്രിസ്മസിനോട് യോജിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു റസൂലിന്റെ വാക്കെന്താ അറിയോ? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരുവൻ ഏതെങ്കിലും ഒരു സമൂഹത്തോട് സദൃശ്യമായാൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം അദ്ദേഹം പറഞ്ഞു, ഈ നബിദിനാഘോഷം ചെയ്യുന്ന 2 രൂപങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു, വകദാലിക മാ യുഹ്ദിസുഹു ബഅദുൻ നാസ് ഇമ്മ മുളാഹത്തൻ ലിന്നസാറ
في ميلاد عيسى عليه السلام وإما محبة للنبي صلى الله عليه وسلم وتعظيما له من اتخاذ مولد النبي موسما فالخير المحض أو الراجح هو اتباع السلف. ഈ നബിദിനാഘോഷം അത് ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ക്രൈസ്തവരോട് സദൃശ്യം പുലർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ നബിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനോ ആയിട്ട് ചില ആളുകൾ നബിദിനത്തെ ഒരു ഉത്സവമാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സലഫ് സാലിഹുകളുടെ മാർഗത്തിന് വിരുദ്ധമാണിത്. ആ മാർഗമാണ് പിന്തുടരേണ്ടത് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, അദ്ദേഹം മാത്രമല്ല ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഇതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കിതാബ് ഉദ്ധരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കൂ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസംബർ 25-ന് അതിനൊരു അർദ്ധരാത്രി കുർബാന ഉണ്ടല്ലേ, ഒരു അർദ്ധരാത്രി കുർബാന. അടുത്ത കാലത്ത് അർദ്ധരാത്രിയിൽ മീലാദ്, മൗലിദ് ഓതുക, പ്രവാചക പ്രകീർത്തനം പള്ളികളിൽ നിന്ന് കേൾക്കാം. 4 മണി 3 മണി, ചില ആളുകളൊക്കെ പറയാം ടൈം നോക്കിയിട്ടാണ്. ചങ്ങായിമാരെ, ഇത് ചെയ്യുമ്പോൾ നബിതങ്ങൾ എപ്പോഴാണ് ജനിച്ചതെന്നെങ്കിലും അറിയണ്ടേ? നബിതങ്ങൾ സൂര്യോദയത്തിന് മുമ്പാ ജനിച്ചത്? അല്ല, സൂര്യോദയത്തിന് ശേഷം. അതൊക്കെ പഠിക്കണ്ടേ? അപ്പൊ ശരിക്ക് ക്രിസ്ത്യാനികൾ ചെയ്ത് അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി മാത്രമല്ല, പള്ളികൾ അലങ്കരിക്കുക, ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കുക, അത് ശരിക്ക് ക്രൈസ്തവരുടെയും ജൂതന്മാരുടെയും പ്രവർത്തനമായിരുന്നു. അത് ഇന്ന് മുസ്ലിങ്ങളുടെ ആചാരമായി മാറി. ഇന്ന് കണ്ടില്ലേ, ലൈറ്റുകൾ കൊണ്ട് ഇങ്ങനെ പ്രപഞ്ചം തീർക്കുകയാണ്. ആ പാതയോരങ്ങളും പള്ളികളും. യഥാർത്ഥത്തിൽ ശാഫിഈ മദ്ഹബിലെ തന്നെ പണ്ഡിതന്മാർ ശക്തമായി വിമർശിച്ചതും എതിർത്തതുമായ സംഗതിയാണത്. എന്ത് കാര്യം, ഇവിടെ പിടുത്തം പെട്ടില്ല. ഇപ്പോ എല്ലാ പള്ളികളൊക്കെ അലങ്കരിക്കുക, ശരിക്ക് കനീസകൾ അലങ്കരിക്കുക എന്ന പ്രവർത്തനത്തോട് യോജിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ വന്ന. റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കല്ല, തത്തബിഉന്ന സനന മൻ കാന ഖബലക്കും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹറ റബ്ബിൻ ലദഖൽതുമൂഹു ഔ ലതബിഅ്തുമൂഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, നിങ്ങൾ മുൻഗാമികളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുക തന്നെ ചെയ്യും. ഏതുവരെ? അവരുടെ ഉടുമ്പിൻമാളത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളും അങ്ങോട്ട് പ്രവേശിക്കും. ആരാണെന്ന് ചോദിച്ചു. നബിയെ, ആരെയാണ് ഉദ്ദേശിച്ചത്? ജൂത ക്രൈസ്തവന്മാരെയാണോ? അല്ലാതെ പിന്നാരെയാണ്. അതെ, കറക്റ്റ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവചനം പുലരുന്നു. അവർ ചെയ്യുന്നത് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന തരത്തിലേക്ക് മുസ്ലിം സമുദായം എത്തിപ്പെട്ടിരിക്കുന്നു. ഇനി എൻ്റെ 7ാമത്തെ ന്യായം കൂടി സൂചിപ്പിക്കാം. 7ാമത്തെ ന്യായം, എല്ലാവരും പറയും, നോക്കൂ നിങ്ങൾ, ലോകത്ത് എല്ലായിടത്തും നബിദിനാഘോഷമുണ്ട് അല്ലേ? എല്ലായിടത്തും ഉണ്ട് എന്നാ. അവിടെ അമേരിക്കയിലുണ്ട്, ബ്രിട്ടനിലുണ്ട്, കാനഡയിലുണ്ട്, അങ്ങനെ പല സ്ഥലത്തും ഉണ്ട്. അങ്ങനെ ലോകത്തെല്ലായിടത്തും നബിദിനം ആഘോഷിക്കുന്നുണ്ട്. ഭൂരിപക്ഷം ആളുകൾ നബിദിനം ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അതല്ലേ ശരി, ഭൂരിപക്ഷം ആളുകൾ ഉള്ളതല്ലേ അംഗീകരിക്കേണ്ടത് എന്നാണ്. അത് ഇസ്ലാമിനെതിരാണ്. ഇസ്ലാം അത് കൽപ്പിച്ചിട്ടേ ഇല്ല. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളുണ്ട്. എല്ലാം കൂടെ പറയില്ല. ഞാൻ ഒരു ഖുത്ബ തന്നെ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നുണ്ട്, ഭൂരിപക്ഷത്തെ ഖുർആൻ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്ന്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വഇൻ തുതിഅ അക്സറ മൻ ഫിൽ അർദി യുദില്ലുക അൻ സബീലില്ലാഹ്. പരിശുദ്ധ ഖുർആൻ പറയാൻ എന്താ? നബിയെ, ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾ, ഭൂരിപക്ഷ ആളുകൾ നീ പിന്തുടരുകയാണെങ്കിൽ നിന്നെ അവർ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിച്ചു കളയും. ഭൂരിപക്ഷത്തെ കാണണ്ട, ഭൂരിപക്ഷമുണ്ട് എന്ന് വിചാരിക്കുകയും വേണ്ട. അതുകൊണ്ടാണ് ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, അലൈക ബിത്വരീഖിൽ ഹുദാ വഇൻ ഖല്ല സാലികൂൻ വഇയ്യാക വത്വരീഖൽ ളലാല വലാ തഗ്തർ ബികസ്റത്തിൽ ഹാലികീൻ. അലൈക ബിത്വരീഖിൽ ഹുദാ, സന്മാർഗത്തിന്റെ ആ വഴി നീ തെരഞ്ഞെടുക്കണം. വഇൻ ഖല്ല സാലികൂൻ, ആ വഴിയിൽ പ്രവേശിക്കുന്ന ആളുകൾ കുറവാണെങ്കിലും ശരി. വഇയ്യാക വത്വരീഖൽ ളലാല, പിഴച്ച വഴി നീ സൂക്ഷിക്കണം. വലാ തഗ്തർ ബികസ്റത്തിൽ ഹാലികീൻ, പിഴച്ച വഴിയിലൂടെ സഞ്ചരിക്കുന്ന ധാരാളം ആളുകൾ നശിച്ചു പോകുന്നത് കണ്ട് അതിൽ വഞ്ചിതരായി നീ അവരുടെ കൂടെ കൂടരുത്. നീ എപ്പോഴും സത്യത്തിന്റെ കൂടെ ശരിയായ മാർഗത്തിൽ ഉണ്ടാവണം എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുക. അപ്പോൾ വലിയ കുറെ ആളുകൾ ചെയ്യുന്നു എന്നതുകൊണ്ട് ദീനാവില്ല, മതമാവില്ല, ശരിയായി ഇതാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, എന്തുകൊണ്ട് ഞാൻ അന്ന് വിട്ടുനിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയണം, ഇത്തരം ന്യായങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നതുകൊണ്ടാണ് എന്നുണർത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. الحمد
الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. എന്തുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ 8ാമത്തെ ന്യായം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന മാതൃകയ്ക്കെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിനത്തിൽ എന്താണ് ചെയ്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജന്മദിനം എങ്ങനെയാണ് ആഘോഷിച്ചത്? നമ്മുടെ നാട്ടിൽ പറയുന്ന നബിദിനവും ജന്മദിനവും അതിനൊരു അംഗീകൃത തലമുണ്ടോ ഇല്ലെന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കും. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ചത്തെ നോമ്പിനെ കുറിച്ച് റസൂൽ ചോദിക്കുന്നു. വഖാല റസൂൽ പറഞ്ഞു, ദാക യൗമുൻ ഉലിതു ഫീഹി, ആ ദിവസം ഞാൻ ജനിച്ച ദിവസമാണ്. വയൗമുൻ ബുഇസ്തു ഔ ഉൻസില അലയ്യ ഫീഹി, എനിക്ക് പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം കൂടിയാണ്, ദിവസം കൂടിയാണത് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവാചകനായ ദിവസമാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ആരാധനയാണ് നടത്തിയത്? ക്ലിയറാണ്. പ്രവാചകൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്. ആ തിങ്കളാഴ്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നടത്തിയത്? ഞാൻ ഈ പരമ്പരയിൽ പ്രവാചകൻ അറിയുക എന്ന പരമ്പരയിൽ ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച നോമ്പെടുക്കാൻ റസൂലുള്ളാഹിന്റെ ജന്മദിനം തിങ്കളാഴ്ചയാണ്. അത് ഏത് മാസം, അത് ഇഖ്തിലാഫൊക്കെ ഉള്ള വിഷയം, ഏത് വർഷമാണെന്ന് ഇഖ്തിലാഫ് അവിടെ നിന്നോട്ടെ. പക്ഷെ ഇഖ്തിലാഫ് ഇല്ലാത്തൊരു കാര്യം തിങ്കളാഴ്ചയാണ് എന്നാണ്. ആ തിങ്കളാഴ്ച നബി തങ്ങൾ നോമ്പെടുത്തു. സഹാബികൾ ചോദിച്ചെന്താണ്? അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്. അതുകൊണ്ട് സഹാബികളൊക്കെ എന്ത് ചെയ്തു? സഹാബികളന്ന് ബിരിയാണി ഉണ്ടാക്കിയ, സഹാബികളന്ന് ഘോഷയാത്ര നടത്തിയ, സഹാബികളന്ന് സൈക്കിൾ റാലി നടത്തിയ, സൈക്കിൾ ഇല്ലെങ്കിൽ കുതിര സവാരി നടത്തിയോ, റാലി നടത്തിയോ? എന്നാ നടത്തിയത്? അവരും നോമ്പെടുത്തു. എന്നാൽ ഇന്നോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തോ അതിനെ ചവിട്ടി അങ്ങോട്ട് എറിഞ്ഞു. ഞങ്ങൾക്ക് മുഹമ്മദ് നബി ചെയ്ത വിഷയമല്ല, ഞങ്ങൾക്ക് സ്വഹാബികൾ ചെയ്തത് വിഷയമല്ല, ഞങ്ങൾക്ക് താബിഈങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് വിഷയമല്ല. ഞങ്ങൾക്കുള്ള വിഷയം എന്ത് മാത്രമേ ഉള്ളൂ? ഞങ്ങൾക്ക് ഹുബ്ബാണ് വിഷയം. അപ്പൊ നബിയെക്കാളും നബിയെ സ്നേഹിക്കുന്ന ടീം, സ്വഹാബികളെക്കാളും നബിയെ സ്നേഹിക്കേ, താബിഈങ്ങളെക്കാളൊക്കെ നബിയെ സ്നേഹിക്കുന്നവർ ഞങ്ങള്. ഇവരാരും തന്നെ എന്ത് ചെയ്തിട്ടില്ല? ഈ ജന്മദിനാഘോഷം തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്തു, എല്ലാവരും നോമ്പെടുത്തു. എന്നാൽ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച വന്നിട്ടും ഇത് ആഘോഷിക്കുന്ന ഒരുത്തൻ പോലും അന്ന് നോമ്പെടുത്തില്ല. നോമ്പെടുക്കാൻ അന്ന് കൽപ്പിച്ചുമില്ല. അല്ലേ? ഇത് ജീവിച്ചിരിക്കണല്ലേ, നമ്മൾ കണ്ടതല്ലേ? അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത ഈ ആശയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഞാൻ അതിനോട് ഒഴിവായി കാണും. 9ാമത്തത്, മൗലിദ് സദസ്സുകൾ എന്ന പേരിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമായി അമിതമായ അതിരുകടന്ന പ്രവർത്തനങ്ങൾ ഉലുവതിലുണ്ട്, അതിലുണ്ട്. അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് പ്രവാചകനെ ഉയർത്തുന്ന വർത്തമാനങ്ങൾ പാടിപ്പുകഴ്ത്തലുണ്ട്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത് കൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. കാരണം പ്രവാചകന്റെ വാചകാണല്ലോ, എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആ ഇത്ര നടക്കുന്നുണ്ട്, ആ ഇത്ര അതിലുണ്ട്. അത് മാത്രമല്ല ചില മൗലിദ് സദസ്സുകൾ നമുക്ക് കാണാം. എല്ലാവരും പറയും എഴുന്നേറ്റ് നിൽക്കുക, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. അല്ല, കാരണം അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുക്കുന്ന സദസ്സാണത്. നബിതങ്ങൾ വരുന്നുണ്ട്, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നബിതങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക വെറും ഒരു ബടായി അടിച്ചു പൊട്ടിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നബിതങ്ങൾ പ്രവാചകന്റെ ഹളറത്തുണ്ട്, പ്രവാചകന്റെ സാമീപ്യം ഈ സദസ്സിനുണ്ട്. ഇല്ലടോ, അള്ളാഹിന്റെ റസൂൽ അങ്ങനെ എഴുന്നേൽക്കൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കെന്താ അറിയോ? ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. എല്ലാ മനുഷ്യന്മാരുടെ സ്ഥിതി അതാണ്. നിങ്ങളെ ജീവിപ്പിച്ചു, ശേഷം നിങ്ങളെ മരിപ്പിക്കും, പിന്നെ നിങ്ങളെ ഖിയാമത്ത് നാളിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഇനി നബിതങ്ങൾ വന്നാലോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചൊരു
പിന്നെ പിന്നെ അള്ളാഹിന്റെ അടുത്ത് ഉന്നത സ്ഥാനമുള്ള റസൂലുള്ളാഹിക്ക് വരാൻ പറ്റുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അവ്വലു മൻ തൻഷഖുൽ അർദ്, ആദ്യമായി ഭൂമി പിളർന്ന് പുറത്തു വരുന്നയാള് ഞാനാണ്. ഖിയാമത്ത് നാളിൽ ഭൂമി പിളർന്ന് വരുന്ന ആളിൽ ഒന്നാമത്തെ ആള് ഞാനാണ്. അവിടുത്തെ ബർസഖിയായ ലോകത്തിലാണുള്ളത്. അങ്ങനെ നമ്മുടെ സദസ്സിലൊക്കെ വരുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ആളുകൾ പറഞ്ഞു, കൊല്ലത്ത് വന്നു, മലപ്പുറം ജില്ലയിലെ പിന്നെ പിന്നെ അങ്ങനെ എന്താണ് നിലമ്പൂർ ഭാഗത്ത് അങ്ങനെ തുടങ്ങുന്ന പല പ്രദേശങ്ങൾ റസൂലുള്ളാഹി വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സദസ്സിൽ വരുന്നുണ്ട്. രാത്രി വന്നിട്ടുണ്ട്, 12 മണിക്ക് വന്നു, 2 മണിക്ക് വന്നു എന്നൊക്കെ അടിച്ചു വിടുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് കുറെ ആളുകൾ റസൂലുള്ളാഹിനെ വരുന്നു, എഴുന്നേറ്റ് സദസ്സ്. നബി തങ്ങളുടെ ജീവിതകാലത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്നെ കണ്ടിട്ട് എഴുന്നേറ്റ് നിൽക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കുറെ കള്ള നാടകങ്ങൾ ഇതിന്റെ ഉള്ളിൽ കടത്തിക്കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. 10ാമത്തതും അവസാനത്തതും ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 10ാമത്തത്, അറിയപ്പെടുന്ന പണ്ഡിതന്മാർ, വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഇമാം ഷാഫി, ഇമാം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഈ 4 ആളുകളുടെ കാലത്തും ഈ സാധനം ഇല്ലാത്തത് കൊണ്ട് അവരാരും ഒന്നും വേണ്ടിയിട്ടില്ല. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം തുർമിദി തുടങ്ങുന്ന ആളുകളുടെ കാലത്തും ഈ സാധനം ഇല്ല, അതുകൊണ്ട് അവരത് വേണ്ടിയിട്ടില്ല. എന്നാൽ അതിനുശേഷം വന്ന ആളുകൾ 4ാം നൂറ്റാണ്ടിൽ തുടങ്ങി 6ാം നൂറ്റാണ്ട് മുതൽ 8ാം നൂറ്റാണ്ട് 9ാം നൂറ്റാണ്ടിലൊക്കെ ഉള്ള ആളുകൾ വളരെ ശക്തമായി അതിനെ വിമർശിച്ചു. ധാരാളം പണ്ഡിതന്മാർ. ഒരു പണ്ഡിതൻ പറഞ്ഞ വാക്കുണ്ട്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന വലാ യംഖൽ അമലുഹു അൻ അഹദ മിൻ ഉലമാഇൽ ഉമ്മ الذين هم قدوة في الدين بل هو بدعة أحدثها البطالون وشهوة نفس اعتنى بها الأكالون. ഇമാം ഫാക്കിഹാനിയുടെ വർത്തമാനാണ്. എനിക്ക് ഖുർആനിലും സുന്നത്തിലും ഒന്നിലും ഒരു തെളിവ് ഞാൻ ഇതിന് കണ്ടിട്ടില്ല. ഇത് കുറെ തീറ്റി പിരാന്തന്മാരായ ആളുകൾ, തീറ്റി മാത്രം താല്പര്യമുള്ള ചാപ്പാട്ട് വീരന്മാരായ ആളുകൾ, ദേഹേച്ഛക്കാരൻ, അത്തരം ആളുകൾ ഉണ്ടാക്കിയെടുത്തൊരു ആചാരമെന്നല്ലാതെ ഒരടിസ്ഥാനവും ഖുർആനിലും സുന്നത്തിലും ഇതിനില്ല എന്ന് ഇമാം പിന്നെ ഫാക്കിഹാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇബ്നുൽ ഹാജി റഹിമഹുല്ലാഹ് വളരെ ശക്തമായി അതിന്റെ എല്ലാ തലങ്ങളും വിശദീകരിച്ച ആളാണ് ഇബ്നുൽ ഹാജി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഒരാൾ ഒന്നും ചെയ്തിട്ടില്ല, തോരണം തൂക്കിയിട്ടില്ല, ഡാൻസും പാട്ടും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ആണും പെണ്ണും കൂടിക്കലർന്ന നിഷിദ്ധം ഉണ്ടാക്കി ഒന്നുമില്ല. ആകെ ചെയ്തത് മൗലിദിന് വേണ്ടി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി, എന്നിട്ട് നാട്ടുകാരെ, കൂട്ടുകാരെയും കുടുംബക്കാരെയും വിളിച്ചിട്ട് ആ ഭക്ഷണം കൊടുത്തു. അതായാലോ, അതാണെങ്കിലോ ഏറ്റവും ശരിയായ മാർഗമല്ലേ, വേറെ ഒന്നുമില്ല, ഇത് മാത്രം നബി തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കിയതാണ്, നല്ല കുഴപ്പമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അത് ബിദ്അത്താണ്, തിന്നാൻ പറ്റില്ല. കാരണം അത് സലഫ് സാലിഹീങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു പണിയാണ്, അതുകൊണ്ട് അത് പറ്റൂല. ഷാത്തിബി ഒരു കടമ്പ കൂടി കടന്നു പറഞ്ഞു. ഷാത്തി പറഞ്ഞു, അതിന്റെ പേരിൽ ചെലവഴിക്കൽ അനുവദനീയമല്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരാൾ അത്തരം വിഷയങ്ങൾക്ക് വേണ്ടി വല്ല വഖഫും ചെയ്തിട്ടുണ്ടെങ്കിൽ, വസിയത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ നാട്ടിലെ ഖാദി ഇടപെട്ട് ആ വഖഫ്, ആ വസിയത്ത് ദുർബലമായതായി പ്രഖ്യാപിക്കണം എന്ന് വരെ പറഞ്ഞു ഷാത്തിബിയെ പോലെ പണ്ഡിതന്മാർ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ 10 ന്യായങ്ങളാണ് പെട്ടെന്ന് പറഞ്ഞത്. ഇതൊക്കെ ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടൽ നമ്മളെല്ലാവരും അങ്ങനെയാണ്. നബിതങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹവും അവിടുത്തെ ജീവിതത്തെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് കൊണ്ടുപോകേണ്ടവരാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടാനും, എന്നാൽ പ്രവാചകനെ നിന്ന് അടർത്തി മാറ്റുകയും നബിതങ്ങളുടെ അടുത്ത് നാട്ടിയോടിക്കപ്പെടുകയും ചെയ്യുന്ന മഹാദുരന്തമായ ഇത്തരം പുത്തനാചാരങ്ങൾ, അനുഷ്ഠാനങ്ങളിലേക്ക് നമ്മൾ പോയാൽ അത് നമ്മൾക്ക് ഭൗതികം മാത്രമല്ല, നാളെ നമുക്ക് സ്വർഗത്തിൽ എത്താനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് സാമൂഹികക്ഷേമ, ഈ പള്ളി കേന്ദ്രീകരിച്ച് നടത്തുന്ന സാമൂഹിക ക്ഷേമ പ്രവർത്തനത്തിനുള്ള സ്വതക്കയാണ്. അതെല്ലാവരും അതിനോട് സഹകരിക്കണമെന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الدين بما شئت وكيف شئت يا ذا الجلال والاكرام. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين والحمد لله.